जय राधा माधव कुंज बिहारी गोपी जन वल्लभा गिरिवरधारी। जय राधा माधव कुंज बिहारी गोपी जन वल्लभा गिरिवरधारी। यशोदनंदन व्रज जन रंजन यमुना तीरावनचारी। यशोदनंदन व्रज जन रंजन यमुना तीरावनचारी। जय राधा माधव कुंज बिहारी गोपी जन वल्लभा गिरिवरधारी। जय राधा माधव कुंज बिहारी गोपी जन वल्लभा गिरिवरधारी। यशोदनंदन व्रज जन रंजन यमुना तीरावनचारी। यशोदानंदन व्रज जन रंजन यमुना तीरावनचारी। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। जय राधा माधव जय राधा माधव राधा माधव जय राधा माधव जय कृष्ण बलराम जय कृष्ण बलराम जय वृंदावन धाम। जय जगन्नाथ जय बलदेवा सुभद्रमयी जय सुदर्शन। जय गौरानिताय जय गौरानिताय जय गौरानिताय। जय पंचतत्वा जय पंचतत्वा जय पंचतत्वा। जय जय प्रभुपाद जय जय प्रभुपाद। जय जय गुरुदेव जय जय गुरुदेव। निताय गौर हरि बोल हरि बोल निताय गौर हरि बोल। വായിക്കാൻ പോകുന്നത് ഒന്നാമത്തെ സ്കന്ധത്തിൽ നിന്ന് 7ാമത്തെ അധ്യായം 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മുഖം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം.
പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ശ്ലോകം വായിക്കണം. സസംഹിതാം ഭഗവതീം കൃതാനുക്രമ്യ ചാത്മജാം ശുഗമധ്യാപയം ആസ നിവൃത്തി നിരതം മുനി. സസംഹിതാം ഭഗവതീം കൃതാനുക്രമ്യ ചാത്മജാം ശുഗമധ്യാപയം ആസ നിവൃത്തി നിരതം മുനി. ഞാന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് വരുന്നത്. ഗൂഗിൾ കുറച്ചർത്ഥങ്ങള് പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. സഹ അത് സംഹിതം വേദസാഹിത്യം, ഭഗവതിയും ഈശ്വരന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട്, കൃത്വ ചെയ്തു, അനുക്രമ്യ തിരുത്തലിലൂടെയും ആവർത്തനത്തിലൂടെയും, ച ഒപ്പം, ആത്മജ സ്വന്തം മകൻ, ശുകം ശുകദേവ ഗോസ്വാമി, അധ്യാപയം ആസ പഠിപ്പിച്ചു, നിവൃത്തി ആത്മസാക്ഷാത്കാരത്തിന്റെ പാത, നിരതം ഏർപ്പെട്ടിരിക്കുന്നു, മുനിഹി മുനി. വിവർത്തനം ശ്രീ പ്രഭുപാദ് മഹാമുനി വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം സമാഹരിച്ച് പരിഷ്കരിച്ച ശേഷം ആത്മസാക്ഷാത്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്വന്തം പുത്രനായ ശ്രീ ശുകദേവ ഗോസ്വാമി അത് പഠിപ്പിച്ചു. ഉദ്ദേശം വായിക്കാം, പർപ്പോട്ട് വായിക്കാം. ഭക്തിവേദാന്ത സ്വാമി സരസ്വതി ഗൗരവാണി പ്രചാരം വിശേഷന്യവാദ ശ്രീകൃഷ്ണ പ്രഭു നിത്യാനന്ദ ശ്രീ ശ്രീവാസ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ. ഒരേ രചയിതാവ് സമാഹരിച്ച ബ്രഹ്മസൂത്രങ്ങളെ കുറിച്ചുള്ള സ്വാഭാവിക വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. ഈ ബ്രഹ്മസൂത്രം അല്ലെങ്കിൽ വേദാന്ത സൂത്രം ആത്മസാക്ഷാത്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ്. ശ്രീമദ് ഭാഗവതം വിഷയങ്ങൾ ശ്രവിച്ചുകൊണ്ട് ഒരാൾ പെട്ടെന്ന് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിൽ വ്യാപൃതനായി തീർന്നിരിക്കുന്നു. പരഹംസരെയോ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൽ മുഴുവനായും വ്യാപൃതരായവരെയോ ഉദ്ദേശിച്ചാണെങ്കിലും അത് ഭൗതികരായ മനുഷ്യരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പ്രവർത്തിക്കുന്നു. ലൗകിക മനുഷ്യരെല്ലാം ഇന്ദ്രിയ സംതൃപ്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത്തരം പുരുഷന്മാർക്കും അത്തരം ആൾക്കാർക്കും ഈ വേദ സാഹിത്യത്തിൽ അവരുടെ ഭൗതിക രോഗങ്ങൾക്കുള്ള പ്രതിവിധി കണ്ടെത്താനാകും. ശുകദേവ ഗോസ്വാമി തന്റെ ജനനത്തിന്റെ ആരംഭം മുതൽ തന്നെ മുക്തനായ ഒരു ആത്മാവായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ശ്രീമദ് ഭാഗവതം പഠിപ്പിച്ചു. ലൗകിക പണ്ഡിതന്മാർക്കിടയിൽ ശ്രീമദ് ഭാഗവതം സമാഹരിച്ച തീയതി സംബന്ധിച്ച് ചില വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നിരുന്നാലും പരീക്ഷിത് രാജാവിന്റെ തിരോധാനത്തിന് മുമ്പും ശ്രീകൃഷ്ണ ഭഗവാന്റെ വേർപാടിന് ശേഷവും ഇത് സമാഹരിച്ചതാണെന്ന് ഭാഗവതത്തിന്റെ പാഠത്തിൽ നിന്ന് തന്നെ ഉറപ്പാണ്. മഹാരാജ് പരീക്ഷിത് ഭരതവർഷ രാജാവായി ലോകം ധരിച്ചപ്പോൾ അദ്ദേഹം കലിയുടെ പ്രഭാവത്തെ ശാസിച്ചിരുന്നു. വെളിപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെയും ജ്യോതിഷ കണക്കൂട്ടലെയും അനുസരിച്ച് കലിയുടെ യുഗം അതിന്റെ 5000 വർഷമാണ് കലിയുഗത്തിന്റെ ദീർഘം. അതിനാൽ ശ്രീമദ് ഭാഗവതം സമാഹരിച്ചത് 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. മഹാഭാരതം ശ്രീമദ് ഭാഗവതത്തിന് മുൻപ് സമാഹരിച്ചതാണ്. പുരാണങ്ങൾ മഹാഭാരതത്തിന് മുമ്പാണ് സമാഹരിച്ചത്. വ്യത്യസ്ത വൈദിക സാഹിത്യങ്ങൾ സമാഹരിച്ച തീയതിയുടെ ഏകദേശ കണക്കാണ്. ഇതേ വിവരണത്തിന് മുൻപ് ശ്രീമദ് ഭാഗവതത്തിന്റെ സംഗ്രഹം ശ്രീ വ്യാസദേവൻ നൽകിയിരുന്നു. ശ്രീമദ് ഭാഗവതം നിവൃത്തി മാർഗത്തിന്റെ പാത പിന്തുടരുന്നുള്ള ശാസ്ത്രമാണ്. പ്രവൃത്തി മാർഗത്തിന്റെ പാതയെ നാരദ മഹർഷി അപലപിച്ചിരുന്നു. ആ പാതയാണ് എല്ലാ വ്യവസ്ഥാപിത ആത്മാവുമുള്ള സ്വാഭാവിക ചായ്വ്. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രമേയം മനുഷ്യന്റെ ഭൗതിക രോഗത്തിന്റെ ചികിത്സയാണ്, അല്ലെങ്കിൽ ഭൗതിക അസ്തിത്വത്തിന്റെ വേദനയെ പൂർണ്ണമായും നിർത്തലാക്കുക എന്നതാണ്. ചർച്ച ചെയ്യുന്നത് നമ്മുടെ ആദ്യത്തെ 7 ശ്ലോകങ്ങളിൽ ശ്രീ വ്യാസദേവന്റെ ആ ഒരു വിഷനെ പറ്റി, ഭാഗവതത്തിന്റെ ഗ്ലോറീസും വ്യാസദേവന്റെ ആ പദ്ധതിയെ പറ്റി നമുക്കൊരു ചെറിയൊരു വിവരണം കിട്ടി. അപ്പൊ അതില് വ്യാസദേവനെ ഭഗവാനെയും മായയെയും ഒരുമിച്ച് കാണുന്നതും നമ്മുടെ
കഷ്ടതകളെല്ലാം, ജീവാത്മാക്കളുടെ കഷ്ടതകളെല്ലാം മായ കാരണമാണെന്നുള്ളതും ഭക്തിയോഗമാണ് നമുക്ക് ഈ കഷ്ടതയിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു മാർഗമാണ്. അത് അത് പ്രാവർത്തികമാകുന്നത് ശ്രീമദ് ഭാഗവതം ഒരു ഭാഗവതോത്തമൻ എന്ന് കേൾക്കുന്നതിന്റെ വഴി പ്രാപ്തിയമാകുമെന്ന് നമുക്ക് ആദ്യത്തെ 7 ശ്ലോകങ്ങളിൽ മനസ്സിലായി. ഇനി ശരിക്കും ശ്രീ വ്യാസദേവൻ അദ്ദേഹത്തിന്റെ പുത്രനായ ശുകദേവ ഗോസ്വാമിക്ക് ഇത് അതിന്റെ വളരെ ഭാഗവത്തിന്റെ വളരെ ഔന്നത്യമായ കൃഷ്ണഭക്തി എടുത്ത് പറഞ്ഞ് ഭാഗവതം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഇതില് നമ്മൾ ഇപ്പോൾ താല്പര്യത്തില് ശ്രീ പ്രഭുപാദ് പറയുന്നുണ്ട്, ബ്രഹ്മസൂത്രം, അതായത് വേദാന്ത സൂത്രമാണ് ശ്രീ വ്യാസദേവൻ ആദ്യമേ കമ്പൈൽ ചെയ്തത്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് വളരെ ചുരുക്കിയാണ് ഈ ഭാഗവത കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അത് സാധാരണ ആൾക്കാർക്ക് അത് അത് അത്രയും ഗ്രാഹ്യമല്ലാത്തൊരു രീതിയിലാണ്. ഒരു വേദങ്ങളിലുള്ള ഒരു സ്റ്റൈൽ രീതിയിൽ വളരെ ചുരുക്കമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഭാഗവതം അതിന്റെ ഒരു എലാബറേഷനാണ്, ശരിക്കുമുള്ള അതിന്റെ ഫുൾ വ്യാപ്തിയിലുള്ള അതിന്റെ എക്സ്പ്ലനേഷനാണ് ഭാഗവതം. അപ്പോൾ ഭാഗവതം ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് പരമഹംസന്മാർക്ക് വേണ്ടിയുള്ള ഒരു ബുക്കായിട്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു LKG പാഠപുസ്തകം എടുത്താലും 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം അതിൽ ഒരുപാട് വ്യത്യാസം കാണും. കാരണം LKG പാഠപുസ്തകം LKG ലെവലിലുള്ള ഒരാൾക്ക് ഗ്രാഹ്യമാവുന്ന രീതിയിലായിരിക്കും അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 10ാം ക്ലാസ്സിലുള്ള ആൾക്ക് മാത്രം പറ്റുന്ന രീതിയിലായിരിക്കും ചിട്ടപ്പെടുന്നത്. 10ാം ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് LKG ബുക്ക് കൊടുത്താൽ അവർക്കത് വളരെ ബാലിശമായിട്ടൊരു പാഠ്യപുസ്തകമായിട്ട് തോന്നും. പക്ഷെ LKG ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ 10ാം ക്ലാസ്സിലെ ബുക്ക് എടുത്ത് കൊടുത്താൽ അവർക്കത് കാര്യമായിട്ടൊന്നും മനസ്സിലാവും. കുറെ അക്ഷരങ്ങളും വാക്കുകളും എല്ലാം അവർക്കൊന്നും മനസ്സിലാവും. അതുപോലെ ഭാഗവതം ശരിക്കും പറഞ്ഞാൽ രചിച്ചത്, പക്ഷെ ഭാഗവതത്തിന് അങ്ങനെ ഒരു ഇതില്ല. ഭാഗവതം രചിച്ചത് പരമഹംസന്മാർക്ക് വേണ്ടിയാണ്. അതൊരു കംപ്ലീറ്റ്ലി അവരുടെ ലൈഫ് ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ ഭക്തിയോ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവർക്ക് വേണ്ടിയാണ് ഭാഗവതം രചിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇപ്പൊ നമ്മള് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയായിരുന്നാലും അത് രചിച്ചിട്ടുണ്ടാകുമെങ്കിലും LKG നമ്മളിപ്പം വളരെ ഭൗതികതയിൽ മുഴുകി കിടക്കുന്ന ആൾക്കാർക്കും ഭാഗവതം അതിന്റെ ഫുൾ എഫക്ട് പ്രദാനം ചെയ്യുമെന്നാണ് ശ്രീ പ്രഭുപാദ് പറയുന്നത്. അതായത് പ്രഭുപാദ് പറയുന്നത് അങ്ങനെ ഒരു ഭൗതികതയിൽ ഉള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ചെന്ന് ഭാഗവതം പ്രവർത്തിക്കുന്നതാണ്. അപ്പോ വേറെ പർപ്പോട്ടിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, അത് നമ്മുടെ ഹൃദയത്തിലുള്ള വലിയ ഹാർഡ് നോട്ട്സ്, വലിയ ഊരാക്കുടുക്കായി കിടക്കുന്ന പല കെട്ടുകളെയും അതിൽ നിന്ന് മുക്തി നൽകുമെന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ഭാഗവതം ഈ ഭൗതികമായ കഷ്ടപ്പാടുകളിൽ നിന്ന് നമുക്ക് റിലീഫ് തരും, ഇതിന്റെ സൊല്യൂഷനാണ് എന്നാണ് പറയുന്നത്. അപ്പോ പരമഹംസർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ആനന്ദം പ്രദാനം ചെയ്യും. ശരിക്കും അവർ വായിക്കുമ്പോൾ അതിൽ കൂടുതൽ രസം, അല്ലെങ്കിൽ അവരുടെ ഭാവം അങ്ങനെയാണ് അവർക്കത് കൂടുതൽ തോന്നുന്നത്. അവർക്ക് ഓൾറെഡി ഒരു ലിബറേറ്റഡ് സ്റ്റേജ് ആയതുകൊണ്ട് ഭൗതികമായ പ്രശ്നങ്ങൾ അവരെ ബാധിക്കുന്നില്ല. അപ്പോൾ എല്ലാ തരക്കാർക്കും, അതായത് സാറിന് പറയാനുണ്ടോ, എല്ലാവർക്കും അത് നല്ലതാണ് എന്നുള്ളത് അങ്ങനെ ഒരു ദിവ്യ ഔഷധമാണ് ശ്രീമദ്. അപ്പോ ഇതിന് ഫർദർ ശുകദേവ് ഗോസ്വാമിയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റിലുള്ള ഒരാൾക്ക് വേണ്ടി രചിച്ച ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അപ്പോ ശ്രീ ശുകദേവ് ഗോസ്വാമിക്ക് അദ്ദേഹത്തിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം അദ്ദേഹം ചെവി കൊണ്ട് കേട്ടിരുന്നു. ഗർഭപാത്രത്തിരിക്കാൻ തന്നെ ഇതെല്ലാം ശ്രീല വ്യാസദേവന്റെ ചെവി കൊണ്ട് കേട്ടിരുന്നു. അപ്പോ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ലിബറേറ്റഡ് സ്റ്റേജിലാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം 16 വർഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ ഈ ഭൗതികമായ ലോകത്തിൽ വരണ്ടെന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ട്. അപ്പോ ഫർദർ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾക്ക് പോലും ശ്രീമദ് ഭാഗവതം ശുകദേവ് ഗോസ്വാമി പിന്നെ തിരിച്ച് അദ്ദേഹം ഭൗതിക
ലോകത്തിൽ വന്നതിന് ശേഷം വീണ്ടും പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. പിന്നെ ഒരു കൺഫ്യൂഷനെ പറ്റി ചില പ്രൂഫ് അതിൽ പറയുന്നുണ്ട് പർപ്പോട്ടിൽ. ശരിക്കും ഒന്ന് ആരെഴുതിയതെന്നും എന്ന് എപ്പോഴെഴുതിയെന്നുള്ള രണ്ട് തർക്ക വിഷയം പോലെ ഈ സാധാരണ വളരെ വേൾഡ്ലി മൈൻഡുകളായിട്ടുള്ള അങ്ങനെ മായാവാദികളുടെ ഇടയിൽ ഒരു തർക്കമുണ്ട്. ശരിക്കും ഇത് വ്യാസദേവനാൽ രചിച്ചതാണെന്ന് നമുക്ക് ഡിവോട്ടീസ് എല്ലാവർക്കും അറിയാം. പക്ഷെ നോൺ ഡിവോട്ടീസ് മായാവാദികൾ വോപദേവൻ എന്ന് പറഞ്ഞ ഒരാള് ആണ് ഇത് എഴുതിയത്, വ്യാസദേവൻ അല്ല എന്നുള്ള രീതിയിലും പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, വ്യാസദേവനാണ് രചിച്ചതെന്ന് ശ്രീ പ്രഭുപാദ് പറയുന്നുണ്ട്. ഇത് എപ്പോഴാണ് രചിച്ചതെന്നുള്ളത് പറ്റി അതിന്റെ കൃത്യമായ അറിവ് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ശ്രീധർ വ്യാസദേവൻ ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ നിന്നും ഗോലോകധാമത്തിൽ പോയതിനു ശേഷവും ശ്രീ പരിഷത്ത് മഹാരാജ് ഈ ലോകത്തു നിന്ന് വിടവാങ്ങിയതിന് മുൻപും ഇതിന് ശേഷം ഈ ഇടയ്ക്കുള്ള ഒരു ടൈം പീരീഡിലാണ് ഭാഗവതത്തിന്റെ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ടൈം പീരീഡിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ കലിയുഗത്തിന്റെ ബിഗിനിങ്ങിലായിരുന്നു ശ്രീ പരിഷത്ത് മഹാരാജ് ഈ രാജ്യം ഭരിച്ചത്. അദ്ദേഹം കലിയെ നിയന്ത്രിച്ച് നിർത്തിയിരുന്ന ആളായിരുന്നു. കലിയുഗം 5000 വർഷങ്ങൾക്ക് മുന്നെയാണ്, ഈ അസ്ട്രോളജിക്കൽ കാൽക്കുലേഷൻ വെച്ച് 5000 വർഷങ്ങൾക്ക് മുന്നെയാണ് കലിയുഗം തുടങ്ങിയത്. അപ്പോൾ ഭാഗവതം പരിഷത്ത് മഹാരാജിന്റെ ആ ടൈമിൽ, പരിഷത്ത് മഹാരാജ് മരിക്കുന്നതിന് ഡിസപ്പിയർ ആവുന്നതിന് മുന്നേ ആണ് ഇത് ചർച്ച ചെയ്തത്. അപ്പൊ അതിന് മുന്നേ രചിച്ചതാണ്. 5000 വർഷങ്ങൾ, ഏകദേശം 5000 വർഷങ്ങളുടെ ഇതുണ്ട് ഭാഗവതത്തിൽ. ഭാഗവതം അപ്പിയർ ആയിട്ട് 5000 വർഷങ്ങളായി. അതുപോലെ പല പുരാണങ്ങൾ നമ്മൾ പലപ്പോഴും ഈ കഥകളൊക്കെ അല്ലെങ്കിൽ അതായത് അക്കൗണ്ടുകൾ കേൾക്കുമ്പോൾ ഓക്കെ ആദ്യം ഏതാണ് സംഭവിച്ചത്, പിന്നെ ഇതാണ് സംഭവിച്ചത്, അപ്പൊ അങ്ങനെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പ്രഭുപാദർ ഒന്നുകൂടെ പറയുന്നവരെയാണ്, പുരാണങ്ങളെല്ലാം മഹാഭാരതത്തിന് മുന്നേ ഉണ്ടായതാണ്, ഭാഗവതം മഹാഭാരതത്തിന് ശേഷം ഉണ്ടായതാണ്. ഒരു ജനറൽ കൺഫ്യൂഷൻ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഈ ഒരു ജനറൽ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രഭുപാദർ പറയണം. അപ്പോൾ ഈ വേദാന്ത സൂത്രമായിട്ട് മുന്നേ ഉണ്ടായിരുന്നാൽ അതിന്റെ ശരിക്കുള്ള എലാബറേറ്റ് ഡിസ്ക്രിപ്ഷൻ, മൊത്തത്തിലുള്ള നല്ലൊരു വിവരണം ശ്രീ വ്യാസദേവൻ രചിച്ചത് ശ്രീ നാരദ മഹർഷിയുടെ ആജ്ഞപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ ക്ലിയർ ചെയ്യാനും ലോകത്തിന് ഇത് പ്രദാനം ചെയ്യാനും വേണ്ടിയിട്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ മാജി? അപ്പോ ശരിക്കും ഭാഗവതം പ്രചരിപ്പിക്കുന്ന നിവൃത്തി മാർഗമാണ്. നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഭൗതികമായ ലോകത്തിൽ വലിയ അട്രാക്ഷൻ ഇല്ലാത്ത ഒരു പാതയാണ് നിവൃത്തി മാർഗം. അതായത് നമ്മൾ ഭൗതികമായ എല്ലാത്തിലും നമ്മൾ വിരസത വന്നിട്ട് നമ്മൾ ഭഗവാനെ മാത്രം ഉപാസിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പദ്ധതിയാണ് നിവൃത്തി മാർഗം. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാല് നിവൃത്തിയും പ്രവൃത്തിയും ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള രണ്ട് പാതകളാണ് ആത്മീയമായിട്ട് പ്രവൃത്തി മാർഗത്തിൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഈറ്റിംഗ്, മീറ്റിംഗ്, സ്ലീപ്പിംഗ്, ഡിഫെൻഡിങ്, ഈ 4 സാധാരണ എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു മായാവാദികൾ പറയുന്ന പോലെ, അവർ പറയുന്ന പോലെ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, നിങ്ങൾക്ക് മാംസം ഭക്ഷിക്കാം, നിങ്ങൾക്ക് വൈൻ കുടിക്കാം, അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നെങ്കിൽ അത് ഭഗവാന് സന്തോഷം തരും എന്നുള്ള രീതിയിലാണ് ഈ പ്രവൃത്തി മാർഗം പറയുന്നത്. അപ്പോൾ അത് ചില ന്യൂ ഏജ് സന്യാസിമാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരൊക്കെ അങ്ങനെയാണ് പോപ്പുലർ ആവുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാള് എൻ്റെ ഓർമ്മയിൽ വരുമ്പോൾ ഓഷോ രജനീഷ് എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പ്രവൃത്തി മാർഗം, ആഗ്രഹങ്ങൾ മൊത്തം നമ്മൾ സംതൃപ്തരായിട്ട് വേണം സാക്ഷാത്കാരത്തിന് വരാനെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ. പക്ഷെ നാരദ മുനി അതിന് ശരിക്കും അതൊരു മാർഗമായിട്ടേ കൺസിഡർ ചെയ്തിരുന്നില്ല. അദ്ദേഹം വീണ്ടും ഭൗതികതയുടെ വീണ്ടും താഴ്ന്നു പോകുന്ന ഒരു ചതുപ്പായിട്ടാണ് നാരദ മുനി കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം ശരിക്കും ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഭാഗവതത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് അത് ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭൗതികമായ അസുഖത്തിന് ഒരു
ഒരേ ഒരു ക്യൂർ ശ്രീമദ് ഭാഗവതം. അപ്പോ ഇത് ഫർദർ ആവാൻ നമ്മൾ ആദ്യം ഒരു രോഗം ചികിത്സിക്കുന്നതിന് മുന്നേ രോഗം എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ശരിക്കുള്ള അത് കണ്ടെത്തി കഴിഞ്ഞ ഒരാൾക്ക് ഭാഗവതത്തിലെ ശരിക്കും പറഞ്ഞാൽ ക്യൂർ കിട്ടും എന്നാണ് ശ്രീ പറയാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ 10 സെക്കൻഡ് പോസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഉണ്ടോ? അപ്പൊ മായാവാദികൾ സാധാരണഗതിയിൽ ഈ പ്യൂർ ആയിട്ടുള്ള പദ്ധതികളെ ശരിക്കും അവര് ഒരുപാട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ശങ്കരാചാര്യരെ പറ്റിയാണ് പറയുന്നത്. ശങ്കരാചാര്യര് ഇതുപോലെ ശ്രീമദ് ഭഗവത്ഗീതയിൽ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പൊ മായാവാദികൾ അത് വെച്ചിട്ടാണ് ഭഗവാന് ആകാരമില്ല, ഗുണമില്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ അവരവിടെ നിന്ന് പ്രൂവ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ കേസ് എടുത്താൽ ശങ്കരാചാര്യർ അങ്ങനെ ഒരു ഉദ്യമത്തിന് തയ്യാറായിട്ടില്ല. കാരണം ഭാഗവതത്തിനെ വച്ചിട്ട് ഭഗവാൻ ഇമ്പേഴ്സണൽ ആണെന്ന് വളച്ചൊടിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഈവൻ നമുക്കറിയാം ശ്രീ ശങ്കരാചാര്യർ മഹാനായ വൈഷ്ണവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഈ മായാവാദം അല്ലെങ്കിൽ ഇമ്പേഴ്സണലിസം പ്രചരിപ്പിച്ചത്. ഇപ്പോഴും ഉണ്ട്. കാലടിയിൽ ശ്രീ ശങ്കരാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പോയാൽ അവിടെ ഉള്ളവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഇതേ രീതിയിലാണെന്ന് ഞാൻ അടുത്തിടെ അറിഞ്ഞു. അവരും ഒരു വൈഷ്ണവനായിട്ടാണ് കരുതുന്നത്. ശരിക്കും അദ്ദേഹത്തിന്റെ ബുക്സുകൾ ആഴത്തിൽ പഠിച്ചാൽ ആ ഒരു വിഷൻ കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോ ഭാഗവതം ഒരു രീതിയിലും നമുക്ക് ഭഗവാൻ ഇമ്പേഴ്സണൽ ആണെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഭാഗവതത്തിന് അങ്ങനെ ഒരു കലർപ്പില് വരുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ശ്രീ ശങ്കരാചാര്യ പോലും അതിന് തയ്യാറാകാത്തത്. വേറൊരു കാര്യം ഇതിനിടയ്ക്ക് പ്രഭുപാദ് പറയുന്നുണ്ട്. എന്തിനാണ് ശരിക്കും വ്യാസദേവ് ശുകദേവ് ഗോസ്വാമി ഇത് പഠിപ്പിച്ചത്? അത് എന്താണ് ആ പഠിപ്പിക്കുക? ഒരാളെ പഠിപ്പിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ സാധാരണ കാണാറുണ്ട്. അതായത് ഒരാളെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ അദ്ദേഹം 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞാലാണ് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് സാധാരണ ഒരു സ്കൂള് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് ഞാൻ ഡയറക്റ്റ്ലി അഡ്മിഷൻ വേണ്ടി ചെന്നാൽ അവർ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചില്ല. അപ്പോൾ ഒരു ക്രൈറ്റീരിയ കാണും എല്ലാവർക്കും ഒരു കാര്യം പഠിപ്പിക്കുന്നതിന് മുന്നേ. അപ്പോൾ എന്താണ് വ്യാസദേവന്റെ കണ്ണില് ഭാഗവതം പഠിക്കാനുള്ള ക്രൈറ്റീരിയ എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചിട്ട് സുഖദേവ് ഗോസ്വാമിക്ക് യാതൊരു അട്രാക്ഷൻ ഇല്ലായിരുന്നു ഈ ഭൗതികമായ ലോകത്തിനോട്. അപ്പൊ ഭൗതികമായ ലോകത്തിനോട് യാതൊരു അട്രാക്ഷൻ ഇല്ലാത്ത ആളാണ് ശരിക്കും ഭാഗവതം പഠിക്കാൻ യോഗ്യനായ ഒരാൾ എന്നാണ് വ്യാസദേവൻ അതിൽ പറയുന്നത്. അപ്പൊ അത് ശരി കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം മകനാണ്. ഇപ്പൊ സ്വന്തം മകൻ ഇതില് സ്വന്തം മകനായിട്ട് മാത്രമല്ല, ആ ഒരു ഫാമിലി അഫെക്ഷൻ കൊണ്ടല്ല പഠിപ്പിച്ചു കൊടുത്തത്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ശരിക്കും നമ്മള് ചിലപ്പോൾ നമുക്ക് തോന്നും ചില ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ ഒരു കേസ് നമുക്ക് വരാറുണ്ട്. കാരണം ചിലപ്പോൾ മകൻ അത്രയും, അല്ലെങ്കിൽ മകനോ മകളോ അത്രയും ഒബീഡിയന്റ് അല്ലായിരിക്കും നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ. പക്ഷെ അങ്ങനെ ഒരാൾക്ക് നമ്മൾ പകർന്നു കൊടുക്കില്ല. പക്ഷെ വേറെ പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ യോഗ്യനായ ഒരാൾക്ക് മാത്രമേ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കാറ്. അപ്പൊ അദ്ദേഹം നിവൃത്തി മാർഗത്തിലുള്ളതാണ് ശുകദേവ് ഗോസ്വാമി. അതായത് ഈ ലോകത്തിനോട് ഭൗതികമായ കാര്യങ്ങളോട് അട്രാക്ഷൻ ഇല്ലാതെ അദ്ദേഹം ഭഗവാനെ പറ്റി അറിയാനുള്ള കറക്റ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു. സാധാരണ ഗതിയിൽ ഉള്ള ആൾക്കാർ, ഇപ്പം ശുകദേവ് ഗോസ്വാമിയുടെ ലെവലിലല്ല, സാധാരണ നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളുടെ ലെവലിലാണെങ്കിൽ നമ്മൾ ശരിക്കും നിവൃത്തി മാർഗത്തിലോട്ട് ആ ഒരു രീതിയിൽ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ എപ്പോഴും പ്രവൃത്തി മാർഗമാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും നമ്മുടെ നാച്ചുറൽ ഇൻക്ലിനേഷൻ ഇതുപോലെ ഈറ്റിംഗ്, മീറ്റിംഗ്, സ്ലീപ്പിംഗ് ആൻഡ് ഡിഫെൻഡിങ് ആണ്. അതിൻ്റെ ഒരു നമ്മുടെ ലൈഫിന്റെ ഭൂരിഭാഗവും ആ ഒരു രീതിയിലാണ് നമ്മൾ വർക്കുന്നത്. അപ്പോ ഈ നാച്ചുറൽ ഇൻക്ലിനേഷൻ ഉള്ള കാര്യമാണെങ്കിലും വേദങ്ങൾ പറയുന്നത് അത് നമ്മളത് കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിനൊരു തടസ്സമാവും, ഭാഗവത പഠനത്തിനൊരു തടസ്സമാവും എന്നാണ് പറയുന്നത്.
അപ്പോൾ ഫർദർ പറയുന്നുണ്ട് നമ്മൾ അങ്ങനെ യാതൊരു ഇത് യാതൊരുവിധ അങ്ങനെ റെഗുലേഷനും ഇല്ലാതെ ആയി പോയാൽ നമ്മളൊരു 2 കാലുള്ള മൃഗങ്ങളായി മാറും എന്ന് പറയാം. അപ്പോൾ അതില് എസ്പെഷ്യലി പ്രഭുപാദ് പറയുന്നത് നമ്മുടെ ഈ പ്രവൃത്തി മാർഗം പഠിപ്പിക്കേണ്ട തന്നെ ആവശ്യമില്ല. അതായത് നമുക്കിപ്പോ ആരും കഴിക്കാൻ പഠിപ്പിച്ചിരുന്നില്ല, വിശപ്പുണ്ടെങ്കിൽ കഴിക്കും. അതൊരു കാര്യം പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. അപ്പൊ എഡ്യൂക്കേഷൻ ശരിക്കും നിവൃത്തി മാർഗത്തിനാണ് തരേണ്ടത്. മറ്റതൊരു സെക്കൻഡറി കാര്യമായിട്ടാണ് പ്രഭുപാദ് പറയുന്നത്. പക്ഷെ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ട്രീറ്റ് ചെയ്യുന്നത്, ഭൗതികമായി ലോകം ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രവൃത്തി മാർഗത്തിനാണ് ഊന്നൽ കൊടുത്ത്. ഇപ്പൊ എന്ന് നമ്മൾ സ്കൂളായിരുന്നാലും നമ്മുടെ കോളേജുകളായിരുന്നാലും PhD-കളായിരുന്നാലും എല്ലാം പ്രവൃത്തി മാർഗത്തിന് എങ്ങനെ ഊന്നൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തലതിരിഞ്ഞ എഡ്യൂക്കേഷൻ ആണ് നമുക്ക് ഇന്ന് ഈ ലോകത്തിൽ കാണുന്നത്. അപ്പൊ പ്രഭുപാദ് ഇതിനെ മാറ്റിമറിക്കാൻ വേണ്ടിയാണ് ഇത്രയും അമ്പലങ്ങളും ഇത്രയും ബുക്സുകളും ഇത്രയും ഒരു വലിയ സൊസൈറ്റി തന്നെ ഉണ്ടാക്കിയത് ഈ ഒരു എഡ്യൂക്കേഷന് വേണ്ടിയാണ്. ഈ ഒരു എഡ്യൂക്കേഷൻ നിവൃത്തി മാർഗത്തിലായതുകൊണ്ട് എല്ലാവരും അത്ര പെട്ടെന്ന് ആകർഷകരാവണമെന്നില്ല. അപ്പൊ ആ ഒരു ചെറിയതായിട്ടെങ്കിലും ചെറിയൊരു ഇൻക്ലിനേഷൻ, അങ്ങനെ ഒരു ഭഗവാന്റെ കൃപയുള്ളവർക്ക് ആ ഒരു രീതിയിൽ അട്രാക്റ്റഡ് ആവാൻ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഭക്തരുടെ കൃപ അത്രയ്ക്കും അസീയമായ കൃപയുണ്ടായി. അപ്പൊ പ്രഭുപാദ് പറയുന്നത് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷനിൽ കൂടെ നമുക്ക് അവരുടെ ആ മെറ്റീരിയലിസ്റ്റിക് ഡിസീസിനെ നമ്മൾ അവരുടെ ഫീവർ, മെറ്റീരിയലിസ്റ്റിക് ആ പനിയെ അതിന്റെ ടെമ്പറേച്ചറിനെ കുറച്ച് കൊണ്ടുവരാം. എന്നിട്ട് അത് വളരെ ഫുള്ളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിന്റെ ഭജന അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നാൽ നമുക്ക് വേറൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് ഇനി ജനിക്കേണ്ടി വരില്ല. അത് നമുക്ക് ശാസ്ത്രങ്ങൾ കൂടി അത് മനസ്സിലാവാനും വഴിയും. അപ്പം ഇങ്ങനെ ശുകദേവ് ഗോസ്വാമി ശരിക്കും അമ്മയുടെ വയറ്റിൽ 16 വർഷം ഇരുന്നത് ഈ ഒരു ഭൗതിക ലോകത്ത് വരാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പർപ്പസ് ശരിക്കും ഭാഗവത്തിന്റെ ഇത് വിവരണമായതുകൊണ്ട് അദ്ദേഹം ഇതിനു വേണ്ടി അവതരിച്ചത്. അപ്പോൾ നമ്മളിതെല്ലാം പറയുമ്പോൾ ഇപ്പൊ നമ്മൾ വേറൊരു പുതിയൊരാളടുത്ത് ഇതെല്ലാം പറയുമ്പോൾ അവർക്ക് ഇതെല്ലാം ഒരു ഫാൻസി സ്റ്റോറി പോലെ തോന്നും. കാരണം അയ്യോടാ ഞാനിപ്പോ ഇത്രയും നാള് പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് ജോലിയൊക്കെ ആയി, ഇനി എനിക്കിതൊരു ബാധ്യതയല്ല, ഈ ഒരു അറിവൊക്കെ ഒരു പുതിയ ബാധ്യത പോലെയാണ് അവർക്ക് തോന്നുന്നത്. കാരണം നമ്മൾ റീച്ച് ചെയ്യുമ്പോൾ ഒരുപാട് റെസിസ്റ്റൻസ് വരുന്നത് അതുകൊണ്ടാണ്. കാരണം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഗുഡിനെ പറ്റി അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർ നോക്കുന്നത് നോക്കി ഇപ്പൊ ഈ ഒരു യാത 12 എനിക്ക് ലൈഫിൽ വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ വേറെ ഒന്നിനെ പറ്റി അവർക്ക് അറിയില്ല. അതിന്റെ മെയിൻ കാരണം അവർക്ക് അങ്ങനെ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ അത് മരിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാം. നിങ്ങൾ നല്ല ജോലി വേണം, കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം, വലിയ വീട് വേണം, കാറ് വേണം, ഇത്രയും ബന്ധുജനങ്ങൾ ഇത്രയും വേണം, കുറച്ച് രാഷ്ട്രീയ ബന്ധങ്ങൾ വേണം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൂടെയോ അല്ലെങ്കിൽ സാമൂഹിക ഇടപെടലിലൂടെ പഠിക്കുന്നു. അപ്പോൾ മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു. ഇനി മരണം കഴിഞ്ഞാൽ ഒന്നുമില്ല, കൂടിപ്പോയാൽ നമുക്കൊരു ഓർമ്മയായിട്ട് എന്തെങ്കിലും റോഡിന്റെ പേരായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനത്തിന്റെ പേരിലോ നമ്മളെ ഓർമ്മകൾ നിൽക്കും. അല്ലാതെ നമുക്ക് വേറെ എക്സിസ്റ്റൻസ് ഇല്ല. അങ്ങനെയാണ് ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനപ്പുറം ഒന്നും ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഭഗവത്ഗീതയില് കൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട് തഥാ ദേഹാന്തര പ്രാപ്തി. അങ്ങനെ അതായത് ഈ ദേഹം വിട്ട് ഈ ദേഹം നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു ദേഹത്തിലേക്ക് നമ്മുടെ ഗുണം അനുസരിച്ച് പോകേണ്ടി വരും. അത് ഭഗവാനിന് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിൽ. പക്ഷേ നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് ഇത് പറയുമ്പോൾ അവർക്കത് പ്രാപ്യമല്ല. കാരണം അവർ പിന്നെയും പല ഗ്രഹങ്ങളിൽ പോയി കല്ലും മണ്ണും ഒക്കെ എടുത്ത് അതിന്റെ സാമ്പിളൊക്കെ എടുത്ത് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കലിയുഗം ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം ഒന്നാമത് എഡ്യൂക്കേഷൻ ഇല്ല, അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ വരും. ആൾക്കാർക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. അപ്പോ എല്ലാവരും ഈ ശോകമോഹ ഭയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സൊല്യൂഷനും അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ശരിക്കും നമുക്ക് അറ്റ്ലീസ്റ്റ് ഭക്തന്മാർക്കെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ഭാഗവതത്തിന്റെ
ആശ്രയം എടുത്താലേ ഇങ്ങനെ ശോകമോഹഭയത്തിൽ നിന്നുള്ള റിലീഫ് കിട്ടുമെന്ന്. നമ്മളത് കേൾക്കേണ്ടത് മായാവാദിയിൽ നിന്നല്ല, ശരിക്കും ഭാഗവതം പ്രാക്ടീസ് ചെയ്യുന്ന ഡിവോട്ടീസ് നിന്നാണ്, അല്ലെങ്കിൽ മഹാഭാഗവതത്തിൽ നിന്നാണ് നമ്മൾ ഭാഗവതം കേൾക്കേണ്ടത്. അപ്പോൾ ശിവദേവ ഗോസ്വാമിയുടെ അതേ പാത നമ്മൾ പിന്തുടരണം. ശിവദേവ ഗോസ്വാമി അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീല വ്യാസദേവൻ ഭാഗവതോത്തമൻ എന്നാണ് കേട്ടത്. കേട്ട് മാത്രം, അദ്ദേഹം ഗ്രാമർ പഠിച്ചിട്ടില്ല, സംസ്കൃതം പഠിച്ചിട്ടില്ല, കേട്ട് ഉള്ള അറിവ് വെച്ച് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ട്രെയിനിങ് നടന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, ആരും എഴുതിയോ അങ്ങനെയൊന്നും അല്ലായിരുന്നു, എല്ലാം ഉച്ചാരണത്തിൽ കൂടെയാണ്, കേട്ടാണ് പഠിച്ചത്. അന്നത്തെ കുട്ടികൾക്കും അതുപോലെ മെമ്മറി അത്രയും ഷാർപ്പായിരുന്നു ആ ഒരു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്നെല്ലാം ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെയാണ്, മെമ്മറി ഒന്നും ശരിക്കും ഇല്ല. 1ാം ക്ലാസ് പഠിച്ചത് 2ാം ക്ലാസ്സിലാവുമ്പോൾ മറന്നു. പക്ഷെ ഭാഗവതം അങ്ങനെയല്ല. ഭാഗവതം നമ്മൾ ട്രെയിൻഡ് ആവുകയാണെങ്കിൽ അത് എന്നെന്നും നമുക്ക് ജന്മജന്മങ്ങൾ, ഈവൻ നെക്സ്റ്റ് ലൈഫ് എടുക്കേണ്ടി വന്നാൽ കൂടെ തന്നെ ഈ ഭാഗവതം നമ്മൾ റീഡ് ചെയ്യും. അപ്പോ മൊത്തത്തിൽ പ്രഭുപാദ് പറയുന്നത്, നമ്മൾ ഭാഗവതം ജീവിതത്തിൽ ഭാഗവതം ഫുള്ളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡിവോട്ടിയെ ലൈഫ്, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് തന്നെ ഭാഗവതം കേൾക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്റ്റഡിയെ എഫക്റ്റീവ് ആവും. ഞാനിപ്പോ ഓർക്കായിരുന്നു കൃഷ്ണ മഹാരാജ്, അങ്ങനെയുള്ള ഭാഗവതത്തിന്റെ ശ്രീ പ്രഭുപാദ്, അങ്ങനെ അദ്ദേഹത്തിന് പ്രഭുപാദിന്റെ പല ശിഷ്യന്മാരും, വരിഷ്ഠ ശിഷ്യന്മാരും, സീനിയർ ആയിട്ടുള്ള ഡിസിപ്ലിൻസ്. അപ്പൊ അങ്ങനെ ഭാഗവതം സ്വന്തം ജീവിതമാക്കിയ ആൾക്കാരെ നമുക്ക് ഭാഗവതം കേട്ടാൽ നമ്മുടെ ലൈഫിൽ ഭാഗവതത്തിന്റെ പ്രഭാവം. ഇത്രയാണ് എനിക്ക് കുറച്ച് ഇതിന് മനസ്സിലായത്. വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലോ ഞാൻ പറയാൻ ശ്രമിക്കും. ഹരേ കൃഷ്ണ. പ്രഭുജി സ്വാമി, ക്വസ്റ്റ്യൻ ഉള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഐശ്വര്യമാതി, ഇത് ക്ലിയർ അല്ലായിരുന്നു അത്? ഓക്കെ ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. പ്രഭുജി ഒന്ന് പ്രവൃത്തി നിവൃത്തി ഒന്നും കൂടെ ഒന്ന് പറയൂ, വൺ വേർഡ് ആയിട്ടാണ്. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായ ജീവിതം, അതായത് നമ്മൾ സാധാരണ നമ്മുടെ നാച്ചുറൽ ഇൻക്ലിനേഷൻ, ഇപ്പോൾ ഈറ്റിംഗ്, മീറ്റിംഗ്, സ്ലീപ്പിംഗ്, ഡിഫെൻഡിങ്, അതിന്റെ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെ ചെയ്ത് നമുക്ക് ഭഗവാനെ പ്രാപിക്കാം എന്നുള്ളൊരു രീതിയാണ് പ്രവൃത്തി മാർഗം. അതായത് നമ്മൾ ആഗ്രഹത്തിന്റെ ഇതിൽ കൂടെ ആഗ്രഹങ്ങൾ ഇത് ചെയ്യുന്ന വഴി, എന്താ പറയുന്നത്, നിറവേറ്റുന്നത് വഴി നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താം എന്നുള്ള രീതിയിലാണ് പ്രവൃത്തി മാർഗം പറയുന്നത്. ഇതൊരു ലൈൻ ഓഫ് തോട്ട് എന്നാണ് അത് കൂടുതലും തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചത്. നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു, ഈറ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ 4 കാര്യങ്ങൾ, അനിമലിസ്റ്റിക് ആയിട്ടുള്ള പ്രൊപ്പൻസിറ്റി സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഭഗവാനെ പറ്റി ഉള്ള ഇതുപോലെ ഭാഗവത ശ്രവണവും ഭഗവാന്റെ നാമങ്ങളുടെ ജപവും അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഭഗവാനെ പ്രാപിക്കണം. അപ്പം രണ്ട് ഓപ്പോസിറ്റ് ധ്രുവങ്ങളിലുള്ള 2 പാത്താണ്. അപ്പൊ ഒരാള് എൻജോയ് ചെയ്തുകൊണ്ടല്ല, അപ്പൊ പറയില്ല ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അടുത്ത് പോവാം, അല്ലെങ്കിൽ ലൈഫ് നിങ്ങൾ നരകമാക്കുകയാണ് മറ്റു രീതിയിൽ എന്നൊരു കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും പരമഹംസരാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്. മറ്റവരിപ്പോ ഒരു ഒട്ടകം ഈ കാക്ടസ് തിന്നുന്ന പോലെയാണ് പ്രവൃത്തി മാർഗം ശ്രീലൂക്കാർ പറയാനുള്ളത്. ഒട്ടകം വിചാരിക്കുന്നത് ഈ കള്ളിമുൾ ചെടി കഴിക്കുമ്പോൾ അതിന് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നും സാധാരണ. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടകം മരുഭൂമിയിൽ ഇതൊക്കെ കഴിച്ച് ജീവിക്കുന്നത്. അപ്പോൾ
കള്ളിമുൾച്ചെടി നമുക്കറിയാം, അതിൽ ഒരുപാട് മുള്ളുണ്ട്. നമുക്ക് സാധാരണ നോക്കുന്നത് കറി വെച്ച് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ഈ ഒട്ടകത്തിന്റെ കേസിൽ എന്ത് പറ്റുന്ന അറിയാല്ലേ, ഈ ഒട്ടകം ഈ കള്ളിമുൾച്ചെടി കഴിക്കുമ്പോൾ ഈ മുള്ള് കൊണ്ട് ഒട്ടകത്തിന്റെ വായൊക്കെ മുറിയും, മുറിഞ്ഞിട്ട് ഈ ഒട്ടകത്തിന്റെ രക്തം ഇതിലോട്ട് ചേർന്ന്, ഇപ്പൊ നമ്മൾ ശരിക്കും ബ്രെഡും സോസും കഴിക്കും പോലെ ഈ കള്ളിമുൾച്ചെടിയുടെ ഇതും ഈ രക്തമൊക്കെ ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആ ഒരു ടേസ്റ്റ് ഇത് രസിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം വായ മുറിഞ്ഞ് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഒട്ടകത്തിന്റെ വിചാരം എന്നല്ല ഞാൻ ലൈഫ് എൻജോയ് ചെയ്യണമെന്ന്. അപ്പൊ അത് ശരിക്കും പ്രവൃത്തി മാർഗം ആ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മൾ സഫറിങ്ങിനെയാണ് എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ എൻജോയ് ചെയ്ത് സ്പിരിച്വലി എൻലൈറ്റൻഡ് ആവാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് പ്രവർത്തി. നിവൃത്തി മാർഗം നേരെ വിപരീതം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, മനസ്സിലായി. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, അതായത് പ്രവർത്തി മാർഗത്തിലൂടെ നമുക്ക് ശരിയായിട്ടുള്ള എൻജോയ്മെന്റ് അല്ലെ ഭഗവാനിലെ സാക്ഷാത്കാരം ലഭിക്കില്ല എന്നല്ലേ പ്രഭു? അതെ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിവിടെ ചർച്ച അവസാനിക്കും. Thank you.